പോഷകങ്ങൾ നിറഞ്ഞ ഒരു മികച്ച ഓംലെറ്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഓംലെറ്റാണ്. പോഷക സമൃദ്ധമായ ഒരു ഓംലെറ്റ്. അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് 2, പിന്നെ ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ട. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഓംലെറ്റ് ഒരുപാട് പോഷകങ്ങൾ നിറഞ്ഞാണ്. പാലും മുട്ടയും ക്യാരറ്റും സവോളയൊക്കെ ചേർന്നൊരു ഓംലെറ്റാണ്. ഇതിൽ ധാരാളം നമുക്ക് ആവശ്യമായ പ്രോട്ടീനും കാൽസ്യവും വൈറ്റമിൻസും നാരുകളും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഓംലെറ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഓംലെറ്റ് കഴിക്കാവുന്നതാണ്. നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ഓംലെറ്റ് തന്നെയാണ്. അടിച്ച ഓംലെറ്റ് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ മെഷറിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലായിട്ടാണ് മാറ്റിയേക്കുന്നത്. 2 മുട്ടയും കൂടെ ബീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു 1/4 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് ആറിയ പാലും കൂടി ആ മുട്ടയുടെ എത്ര മുട്ട ഉണ്ടായിരുന്നോ അടിച്ചത് അത്രയും അളവ് തന്നെ പാലും എടുക്കണം. അതാ ഇത്രയും തന്നെ ഉണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഇതും കൂടി ഒന്ന് ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇപ്പം പാലിനും കൂടെ ഉള്ളത് ചേർത്താൽ മതി, ശകലം ഇട്ടാൽ മതി. നേരത്തെ നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഒരു പിഞ്ച് സോൾട്ട് ഇട്ടാൽ മതി. ഇതിൽ ധാരാളം പ്രോട്ടീനൊക്കെ ധാരാളം ഉണ്ട്, ഫൈബറും എല്ലാം റിച്ച് ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും ബീൻസും എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇടാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കിത് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരു ദിവസത്തേക്കിന് വേണ്ടുന്ന പ്രോട്ടീനൊക്കെ അടങ്ങിയൊരു മുട്ട ഓംലെറ്റ് തന്നെയാണ്. നമ്മുടെ പേശികളുടെയൊക്കെ വളർച്ചയ്ക്ക് ഇത് ബെസ്റ്റാണ്. കാരണം ഇതിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമുക്കിത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു വേറൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് അതൊന്ന് എണ്ണ തടവി വെച്ചതിന് ശേഷം നമുക്ക് ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട അതിലേക്ക് ആ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ട നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്, അതിനു വേണ്ടിയാണ് അങ്ങനെ ഒഴിക്കുന്നത്. ഇതുപോലെ ഞാൻ വേറൊരു സ്റ്റീൽ ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം തിളച്ചതിന് ശേഷം സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ ഈ മുട്ട നമുക്ക് വെന്ത് കിട്ടും. വളരെ സ്വാദിഷ്ടമാണ്. ഇപ്പം കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിലും അവസാനം നമുക്ക് അതിൻ്റെ മേളിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ വളരെ സ്വാദിഷ്ടമായ, അതായത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് എല്ലുകളുടെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും പിന്നെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും ഒക്കെ പിന്നെ രക്തയോട്ടം ഒക്കെ നല്ലതായിട്ട് നടക്കാൻ ഈ ഒരു ഓംലെറ്റ് നമുക്ക് നല്ലതാണ്. പാലിൻ്റെയും മുട്ടയിലെയും കാൽസ്യം വൈറ്റമിൻ ഡി ഒക്കെ ചേരുമ്പോൾ നമ്മുടെ പല്ലുകളുടെ എല്ലുകളുടെയൊക്കെ ബലം വർദ്ധിപ്പിക്കാനായിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കൂടും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വളരെ സ്വാദിഷ്ടമായൊരു എഗ് ഓംലെറ്റാണ്. അത് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം ഒരു ഫോൺ കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാ സൈഡുകളും. അത് കഴിഞ്ഞ് നമുക്കൊരു ലിഡ് എടുത്ത് അതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞ് ആ പാത്രം തിരിച്ച് വെച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ബൗളിലേക്ക് മാറ്റിയ എഗ്ഗ് അതിനുശേഷം ആ ബൗളിൽ നിന്ന് നമുക്ക് സെർവ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ സ്വാദിഷ്ടമായ ഒരു കണ്ടു കഴിഞ്ഞൊരു കേക്ക് പോലെ ജെല്ലിയൊക്കെ നിറച്ചൊരു കേക്ക് പോലെയുള്ള ഓംലെറ്റാണ്. വളരെ രുചിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.
കഴിക്കണം. വളരെ സ്വാദിഷ്ടവും അതിലുപരി ഒരുപാട് ഗുണങ്ങളും ഒക്കെ ഉള്ളൊരു ഓംലെറ്റാണ്. രാവിലെ തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും മസിൽ ഡെവലപ്മെൻറ്റൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാവുന്ന, വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ, ബൈ ബൈ.